നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്ന റീഡിംഗ് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ട വ്യക്തികളെ കാണുമ്പോൾ യൂണിവേഴ്സ് തരുന്ന സൂചനകൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ചിലർ നമ്മളുടെ ലൈഫിൽ കൂടുന്നത് തന്നെ നമ്മളുടെ ആപത്തിനാണ്. അതായത് നമ്മളുടെ ജീവിതത്തിൽ തന്നെ എന്തെങ്കിലും ഒരു നാശനഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ അവർ കാരണം എന്തെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇതുപോലുള്ള വ്യക്തികൾ ആരാ എന്ന് നമുക്ക് നോക്കാം. കാർഡ് സ്പ്രെഡ് ചെയ്യാം. ഓം നമഃ ശിവായ. എന്തൊക്കെ കാർഡ്സാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഏസ് ഓഫ് പെൻഡക്കിൾസ്, 5 of Pentacles, King of Swords, Page of Cups, the High Priestess, 8 of Swords, the Wheel of Fortune, Queen of Cups. Bottom of the deck 10 of Cups ആണ് വന്നിരിക്കുന്നത്. റീഡിങ്ങിലേക്ക് കടക്കാം. ചില മോശഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരെ നമുക്കുള്ള മനസാക്ഷി ഉണ്ടോ, ദൈവമുണ്ടോ, നമ്മൾ അവരെ സഹായിക്കാറുമുണ്ട്. ഇങ്ങനെ സഹായിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ ഇവർ നമ്മളെ തിരിച്ചും സഹായിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഭഗവാൻ പറയുന്നത് അർഹതയുള്ളവരെ മാത്രം സഹായിക്കൂ എന്നാണ്. ഭഗവത്ഗീതയിലും ഇത് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ അർഹതയില്ലാത്തവരെ സഹായിക്കുന്നതിലൂടെ അവർ നിങ്ങളെ മുതലെടുക്കുകയും നിങ്ങളുടെ വിലപ്പെട്ട സമയം നഷ്ടമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരിൽ നിന്നെല്ലാം അകലം പാലിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. അടുത്തതെന്ന് പറയുന്നത് അസൂയയുള്ള ആൾക്കാർ. നിങ്ങളോട് ഒരു വ്യക്തിക്ക് അസൂയ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പരമാവധി അകറ്റി നിർത്തുക. കാരണം ഈ അസൂയ ക്രമേണ നിങ്ങളോട് ദേഷ്യവും വാശിക്കും വഴിയൊരുക്കുന്നതാണ്. ഈ അസൂയയുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ നാശനഷ്ടങ്ങൾ വന്ന് ഭവിക്കാൻ കാത്തിരിക്കുന്നവരാണ്. ഇവരുടെ അസൂയ കൊണ്ടുള്ള ഒരു നോട്ടം മാത്രം മതി. കൂടോത്രത്തിനേക്കാൾ വലിയ രീതിയിലായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ നാശം സംഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് ഒരു വ്യക്തിക്ക് അസൂയ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ ചില വ്യക്തികളുണ്ടാകും. അവർ നമ്മളുടെ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ടിട്ട് അവർ ചെയ്ത എന്തെങ്കിലും ഒരു മോശമായ അല്ലെങ്കിൽ ഒരു തെറ്റായ പ്രവൃത്തി നമുക്ക് കിട്ടാനിരുന്ന എന്തെങ്കിലും ഒരു നേട്ടത്തിനെ ഇല്ലാതാക്കും. അങ്ങനെ ആ നേട്ടങ്ങൾ ഇല്ലാതാകുമ്പോൾ ഇവർ ചെയ്ത ആ തെറ്റിനെ ഇവർ ന്യായീകരിക്കുകയും നമുക്ക് കിട്ടാനിരുന്ന നേട്ടം ഇല്ലാതായത് നമ്മളുടെ കർമ്മഫലം കൊണ്ടാണ് എന്ന് പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഇതുപോലുള്ള വ്യക്തികളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ ഭവിക്കുകയുള്ളൂ. ചില വ്യക്തികളെ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ കൂട്ടുകാരാകാം, പരിചയക്കാരാവാം, നമ്മളുടെ ബന്ധുക്കളും ആകാം. അന്നത്തെ ദിവസം തളർച്ച, അസുഖം, അപകടങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. ഒരു തവണ ഇവരെ കണ്ടിട്ട് ഇതൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞ് അതൊന്നും ദുസ്സൂചനകളല്ല കേട്ടോ. പക്ഷേ ഇതുപോലുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള ചില വ്യക്തികളെ കാണുമ്പോൾ ആ ദിവസത്തിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവർ ഭാവിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചതി, മറ്റ് ദോഷങ്ങൾ കൊണ്ടുവരും എന്നാണ്. ഈ കാര്യങ്ങൾ ആദ്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതല്ല. പക്ഷേ പിന്നീട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഇതുപോലുള്ള വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രക്ഷപ്പെടുന്നതായിരിക്കും. ജീവിതത്തിൽ 2 തരം തെറ്റുകൾ സംഭവിക്കുന്ന ആൾക്കാരുണ്ട്. ഒന്ന് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവരും, 2 അറിയാതെ തെറ്റ് ചെയ്യുന്നവരും. താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞ ശേഷവും ആ തെറ്റുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നവരെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അവർ എത്ര വലിയ തെറ്റുകൾ ആവർത്തിച്ച് ചെയ്താലും അതിനെല്ലാം അവരുടേതായ ശരികൾ അവർ തന്നെ കണ്ടെത്തുന്നതായിരിക്കും. അവരുടെ ഈ ഒരു പ്രവൃത്തി മൂലം ആർക്കെങ്കിലും ദുഃഖങ്ങളോ ആപത്തുകളോ വന്നു കഴിഞ്ഞാൽ പോലും ഇവർക്ക് അതൊരു വലിയ കുഴപ്പമായി ഒട്ടും തോന്നുകയില്ല. അവരുടെ ഇത്തരത്തിലുള്ള കർമ്മത്തിലൂടെ നമ്മളുടെ ജീവിതത്തിൽ ഇന്നല്ലേൽ നാളെ ദുരിതങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. അതിനാൽ ഇവരിൽ നിന്നൊക്കെ അകലം പാലിക്കുന്നത് വളരെ അനിവാര്യമാണ്.
ചില വ്യക്തികളുണ്ട്, അവർ തൊടുന്നതിനും പിടിക്കുന്നതിനും അവരുമായിട്ട് ജീവിതത്തിൽ ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ പോലും റോഡിൽ കൂടെ നടക്കുന്നവരെ ആകാം. ചെറിയ കാര്യത്തിന് പോലും അങ്ങ് പ്രാക്കലാണ്. ഇങ്ങനെ പ്രാകുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. ഇവർ നിങ്ങളുടെ കൂട്ടുകാരാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാരാകാം. നിങ്ങൾ അടുത്തുള്ളപ്പോഴാണ് ഈ ഒരു പ്രവൃത്തി അവർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക. കാരണം നിങ്ങൾ ഇല്ലാത്ത സമയത്ത് നിങ്ങളെയും ഇവർ പ്രാകുമെന്നാണ് അതിൻ്റെ സൂചന. ഈ ഒരു സൂചന ദൈവം നിങ്ങൾക്ക് മുൻകൂട്ടി കാണിച്ചു തരുന്നതാണ്. അടുത്ത വ്യക്തികൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും മാത്രം ചൂണ്ടിക്കാണിച്ച് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ. നിങ്ങൾ എത്ര തന്നെ ഇവർക്ക് സഹായം ചെയ്തു കഴിഞ്ഞാലും ഇവർ നിങ്ങൾ ചെയ്ത സഹായത്തിനെ പറ്റി ഒട്ടും തന്നെ ഓർക്കാതെ നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം മറച്ചു വെച്ച് നിങ്ങളിൽ കുറ്റം മാത്രം ആരോപിച്ച് നിങ്ങളുടെ ആത്മവിശ്വാസം നശിപ്പിക്കുന്നവർ. ഇങ്ങനെയുള്ളവരെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവരെ നിങ്ങളുടെ ജീവിതത്തിൽ കൂട്ടുന്നതിലൂടെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന പലതരം നേട്ടങ്ങളും വിജയങ്ങളും സന്തോഷങ്ങളും ജീവിതത്തിൽ ഇല്ലാതാവുന്നതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യക്തികളെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് വളരെയധികം അനിവാര്യമായ കാര്യമാണ്. അടുത്തതായിട്ട്, നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നവർ. ഇവരെ സൂക്ഷിക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അവരുടെ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. മറ്റുള്ളവരെ അവരുടെ മുന്നിൽ വെച്ച് പ്രശംസിച്ചും അവർ അടുത്തുനിന്ന് പോകുമ്പോൾ അവരെ പറ്റിയും കുറ്റം പറയുന്നവരെ പ്രത്യേകം സൂക്ഷിക്കുക. കാരണം നാളെ നിങ്ങളെപ്പറ്റിയും ഇവർ അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരായിരിക്കും. നിങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നവർ. ഇങ്ങനത്തെ കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവരെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് നിങ്ങൾ സന്തോഷകരമായി ഇരിക്കുന്നത് കാണാൻ ഒട്ടും തന്നെ ആഗ്രഹമുള്ളവരല്ല. ഇവരിൽ നിന്ന് ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് കിട്ടുകയും ഇവർ നിങ്ങളെ വിഷമിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞ ഓരോ വാക്കുകളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തുടർച്ചയായി ഹോണ്ട് ചെയ്യുകയും ചെയ്യും. എന്ത് കാര്യവും ചെയ്യുമ്പോഴും ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല. ഇതുപോലുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവരെ ഒക്കെ കുറച്ച് അകറ്റി നിർത്തണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെയാണോ നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്നത് അവരെയൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കുന്നതാണ്. റീഡിംഗ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായും രേഖപ്പെടുത്താവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ദയവ് ചെയ്ത് ആരും കോൾ ചെയ്യാതിരിക്കുക, മെസ്സേജ് മാത്രം അയയ്ക്കുക. എല്ലാവരുടെയും മെസ്സേജിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ, താങ്ക് യു.